നമസ്കാരം, എല്ലാവർക്കും IBN മലയാളത്തിൻ്റെ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ടോക്ക് ഷോയിൽ ചേരുന്നത് ഹരിപ്പാട് ബാർ അസോസിയേഷനിലെ അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് രാജേഷ് പുളിനത്താണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ IBN മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സർ, നമസ്കാരം. ഇന്ന് നമ്മുടെ സിനിമാ ലോകം മൊത്തം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എമ്പുരാൻ സിനിമയാണ്. ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ട് എമ്പുരാൻ സിനിമ ഇറങ്ങുന്നു. അതിന് വലിയൊരു ഹൈപ്പാണ്. ആദ്യം തന്നെ എല്ലാവരും എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൻ്റെ ലാലേട്ടൻ, മലയാളത്തിൻ്റെ സ്വന്തം പൃഥ്വിരാജിൻ്റെ പടം എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയേറെ ഹൈപ്പിൽ വന്നിട്ട് വളരെയധികം വിമർശനങ്ങൾക്ക് വഴിവെച്ചൊരു സിനിമയാണ് എമ്പുരാൻ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു സിനിമയുമില്ല. എന്തുകൊണ്ടായിരിക്കാം എമ്പുരാനിലെ വിവാദങ്ങൾ ഇങ്ങനെ ചർച്ചയാവുന്നത്? ലൂസിഫർ എന്ന് പറയുന്ന ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു സിനിമ, നല്ല സിനിമയാണ്, എല്ലാവരും കണ്ട ആസ്വദിച്ച സിനിമയാണ്. ആ സിനിമയുടെ രണ്ടാം ഭാഗത്തെ മലയാളികളെല്ലാവരും, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ആരാധകരെല്ലാവരും അല്ലാത്തവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ ഏത് തരത്തിലുള്ള ഒരു 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 രീതിയിൽ ഇറങ്ങിയാലും ആ സിനിമ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലായിരുന്നു. കാരണം ഇത്രയും കാത്തിരുന്ന ആൾക്കാർ അതെങ്ങനെ എന്ത് അഭിപ്രായത്തിനെക്കുറിച്ച് വാങ്ങിയാലും അതൊന്ന് കണ്ട് തീരുമാനിക്കാം എന്നുള്ള നിലയിലേക്ക് എത്തുമായിരുന്നു. അതിനകത്ത് ഭൂരിപക്ഷം ആൾക്കാരും അതിനെ തയ്യാറാവത്തുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഒരു വലിയ വിജയം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എന്നുള്ള നിലയിൽ തന്നെ ഉറപ്പിച്ചിരുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ഒരു സിനിമയാണ്. പിന്നെ എമ്പുരാൻ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷമാണ് ആൾക്കാരിൽ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടായത്. കാരണം എമ്പുരാൻ ആദ്യത്തെ സിനിമയിൽ തന്നെ അത് പൊളിറ്റിക്കലായുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നാലും അത് ആരെ ഇഞ്ചുറി ചെയ്യുന്ന ഒരു സംസാരമായിരുന്നില്ല. ആരെയും അത് മുറിവേൽപ്പിക്കുന്നില്ലായിരുന്നു. പക്ഷേ എമ്പുരാൻ അത് ലൂസിഫർ എമ്പുരാനായി മാറിയപ്പോഴത്തേക്ക് അത് ഒരുപാട് ആൾക്കാരെ മുറിവേൽപ്പിക്കുന്ന ഒരു സിനിമയായി മാറി എന്നുള്ള ഒരു രീതിയിലേക്ക് അത് വന്നു. അതിനകത്ത് അടിസ്ഥാനമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് പല രീതിയിൽ ചർച്ച ചെയ്യണം. അതായത് എമ്പുരാൻ എന്ന സിനിമ എടുക്കാൻ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യാൻ ഒരു സിനിമയ്ക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്യണം. അത് അവിടുത്തെ ഒരു വൈറ്റൽ പോയിൻ്റാണ്. മനസ്സിലായി? ആ സിനിമ എടുക്കാനുള്ള പൃഥ്വിരാജിൻ്റെയോ മുരളി ഗോപിയുടെയോ മോഹൻലാലിൻ്റെയോ ആൻ്റണിയുടെയോ ഒക്കെ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്യണം. ആ സിനിമ അങ്ങനെ ഒരു പൊളിറ്റിക്സ് ചർച്ച ചെയ്യുമ്പോൾ അത് സമൂഹത്തിലുണ്ടാകുന്ന ഇഞ്ചുറിയെക്കുറിച്ച് ചർച്ച ചെയ്യണം. പൊളിറ്റിക്കൽ വേർതിരിവുകളെക്കുറിച്ച് ചർച്ച ചെയ്യണം. മതപരമായി അതെങ്ങനെയൊക്കെ ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ ഉണ്ടാക്കുന്ന മുറിവുകളെക്കുറിച്ച് ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്താൽ മാത്രമേ ആ എമ്പുരാൻ സിനിമയെ എന്തുകൊണ്ട് ഇത്രയും അധികം ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള വിഷയം പൂർത്തീകരിക്കപ്പെടുന്നു. അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. പൃഥ്വിരാജ് മുരളി ഗോപിയും ഈ സിനിമയുടെ ഭാഗമായതാണ് ഇത് ഇത്രയും വിമർശിക്കപ്പെടാൻ ഉള്ളായ കാരണമെന്ന് ഞാൻ പറയാം. ഒന്നാമത്, പൃഥ്വിരാജും മുരളി ഗോപിയുടെയും മുൻകാല സിനിമകൾ സംഘപരിവാറിനെയും ഹിന്ദു സമൂഹത്തിനെയും വിമർശിക്കുകയും പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് വന്ന സിനിമകളും ഉണ്ട്. അതിനൊപ്പം തന്നെ അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലുമെല്ലാം ഇതിനെ ഞാനങ്ങ് വിമർശിക്കും, അതാണ് എൻ്റെ നിലപാടെന്നുള്ള നിലയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനോ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഘടനകളിലും രാഷ്ട്രീയ കക്ഷികളിലും എല്ലാം നേരത്തെ തന്നെ ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരാളാണ്. ഹിന്ദു സമൂഹത്തിനും BJPക്കും RSനും എതിരായി നിലകൊള്ളുന്ന ഒരാളാണെന്നുള്ള ഒരു ലേബൽ അദ്ദേഹം നേരത്തെ മേടിച്ചിട്ടുണ്ട്. അതിൽ തെറ്റില്ല, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കാം. പക്ഷേങ്കിൽ മുരളി ഗോപിയും മോഹൻലാലും ആൻ്റണിയും പൃഥ്വിരാജും ചേർന്നുകൊണ്ട് ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയെ നിഷ്പക്ഷമായി സംസാരിക്കുന്ന ഒരു സിനിമ എന്ന ലേബലിൽ ഇറക്കി ജനങ്ങൾക്കിടയിലേക്ക്
ഒരു വംശീയപരമായ അധിക്ഷേപം, അതായത് ഒരു വംശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഹിന്ദു സമൂഹം, അതായത് മുസ്ലിം സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഗുജറാത്ത് കലാപം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഹിന്ദു സമൂഹത്തിലെ ചില ആൾക്കാർ ശ്രമിക്കുന്നു എന്ന് വരുത്തുന്നവർക്ക് നിഷ്പക്ഷമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ കഥ പറയാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അവിടുത്തെ പ്രശ്നം. പൃഥ്വിരാജ് മുരളീധരൻ പറയട്ടെ, എൻ്റെ രാഷ്ട്രീയം ഇതാണ്, എൻ്റെ രാഷ്ട്രീയത്തിൽ കൂടി ഇപ്പോൾ സിനിമ ഒരു ഉപാധിയല്ലേ. ഇപ്പം നമ്മൾ മൈക്ക് കെട്ടി സംസാരിക്കുന്നവരില്ലേ, നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ, CPM ഒക്കെ വളർന്നു വന്ന കാര്യത്തിൽ തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കാറില്ലേ. അപ്പോൾ അവരെങ്ങനെ തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്? CPM അവതരിപ്പിക്കുന്നതായിട്ട് അവതരിപ്പിക്കുന്നത് അല്ലേ. അതുപോലെ കൈരളി ചാനലില്ലേ, ജനം ചാനലില്ലേ, ജനം TV യില്ലേ, അവരെന്താ പറയുന്നത്? ഇത് BJPയുടെ ചാനലാണ്, മറ്റേത് CPMൻ്റെ ചാനലാണ്. ആ രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിക്കുമ്പോൾ കാണുന്നവനും അറിയാം ഇത് ഈ ഇന്ന പാർട്ടിയുടെ ചാനലാണ്, അവരങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്നറിയാം. നമ്മൾ അങ്ങനെയാണ് ഇത് കാണുന്നത്. അവിടെ തന്നെയാണ് ഈ മാധ്യമപ്രവർത്തനത്തിലെ മറ്റൊരു കാര്യം. അപ്പോൾ മാതൃഭൂമി ചാനലോ അല്ലെങ്കിൽ നിഷ്പക്ഷരാണെന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന മനോരമ ചാനലോ നിഷ്പക്ഷമെന്ന വ്യാജേന ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയോ കാര്യം ഒളിച്ചു കടത്താൻ ശ്രമിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു ധാർമ്മികമായ അധപ്പതനം. ഇവിടെ അത് വേണ്ട. പൃഥ്വിരാജ് പറയട്ടെ, മുരളീധരൻ പറയട്ടെ, എൻ്റെ രാഷ്ട്രീയം ഇതാണ്, എൻ്റെ ഉപാധി, എൻ്റെ വിനിമയ ഉപാധി അല്ലെങ്കിൽ എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എൻ്റെ മാർഗ്ഗം സിനിമയാണ്, ഞാൻ ആ സിനിമയിൽ കൂടി ഇത് പറയുന്നു എന്ന് പറയട്ടെ. പിന്നെ ആർക്കും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം അത് അവിടെ അയാളുടെ സ്വാതന്ത്ര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, വിനിമയ സ്വാതന്ത്ര്യം. പക്ഷെ അതിന് തയ്യാറാവുന്നില്ലല്ലോ. ഉണ്ടോ? അതിന് തയ്യാറാവുന്നില്ല. ഇതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നില്ലല്ലോ. ഇതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറ. എനിക്ക് ആണെങ്കിൽ ഈ പറയുന്ന ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഈ സംഘപരിവാറിനെ ബ്ലെയിം ചെയ്യുന്ന, കുറ്റപ്പെടുത്തുന്ന ആദ്യത്തെ ജനങ്ങളത് ഏറ്റെടുത്തോ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഒരു ജനങ്ങളും ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഈ ഭ്രൂണക്കഥയും നരേന്ദ്രമോദി ശൂരോട്ടം നടക്കുക എന്നുള്ളതും എല്ലാം ഇന്നും പറയുന്നില്ലേ? CPM മൈക്ക് വെച്ച് പറയുന്നില്ലേ? കോൺഗ്രസ് പറയുന്നില്ലേ? തൃണമൂൽ കോൺഗ്രസ് പറയുന്നില്ലേ? അതുപോലെ പൃഥ്വിരാജൻ പറ, എനിക്കത് പറയാനുള്ള എൻ്റെ മാധ്യമം, എനിക്ക് സിനിമയേ ഉള്ളൂ, ഞാനതുവഴി പറയും, ഞാൻ അതാണ് പറയുന്നത്, നിങ്ങൾ കേക്ക് എന്ന് പറ. അത് ചെയ്യുന്നില്ലല്ലോ. അത് പറഞ്ഞിട്ട് പറ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വിമർശനങ്ങൾക്ക് ഒരു അവസ്ഥ ഇല്ലാതാവുകയാണ്. പക്ഷേ പിന്നെ അതിൻ്റെ രാഷ്ട്രീയപരമായ, അങ്ങനെ പറഞ്ഞാലും എതിർകക്ഷി രാഷ്ട്രീയക്കാർക്ക് അതിനെ നേരിടാമല്ലോ. അങ്ങനെ പറഞ്ഞാൽ അത് അയാളുടെ രാഷ്ട്രീയമാവുകയാണ്. എതിർകക്ഷികൾക്ക് പറയാമല്ലോ, ആ രാഷ്ട്രീയമായിട്ട് നേരിടാൻ എതിർകക്ഷികൾക്ക് ആർക്ക് RSSനോ BJPക്കോ അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്നവർക്കോ സ്വാതന്ത്ര്യമില്ലേ? അതുണ്ട്. അപ്പം അവിടെ സ്വാതന്ത്ര്യം കട്ട് ആൻഡ് ക്ലിയർ ആവുകയാണ്. അതാണ് വേണ്ടത്. അങ്ങനെ വേണം പറയാൻ. അങ്ങനെയാണെങ്കിൽ എമ്പുരാൻ സിനിമ എടുത്തതിനോ അവർ ഈ ഗുജറാത്ത് കാര്യങ്ങൾ കാണിക്കുന്നിടത്തും ഞാൻ വ്യക്തിപരമായിട്ട് ഒരിക്കലും ഇത് പറയത്തില്ല. എന്താ അറിയോ? അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അയാൾക്ക് സിനിമ എടുക്കാനേ അറിയത്തുള്ളൂ, അയാൾക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ലേഖനം എഴുതിയോ അല്ല, കൊടി പിടിച്ച് പ്രകടനം നടത്തി അറിയത്തില്ല. അയാളുടെ മാധ്യമം സിനിമയാണെങ്കിൽ അയാൾ ചെയ്യട്ടെ. പക്ഷേ അത് ആ ലെവലിൽ നിന്നുകൊണ്ട് വേണം, നിഷ്പക്ഷനായ ഒരു പ്രവർത്തനമായിരുന്നുണ്ട്. അതുപോലെ മോഹൻലാലിന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനമുള്ളത് ഈ പറയുന്ന SDPIക്കാരും CPMകാരും ഒക്കെ തന്നെ. എന്തുകൊണ്ട്? മോഹൻലാൽ സംഘപരിവാറിനെ അയലത്തുകൂടെയൊക്കെയോ സപ്പോർട്ട് ചെയ്യുന്ന ഏതോ രീതിയിൽ ബ്ലോഗ് എഴുതിയെന്നൊക്കെ പറഞ്ഞു അല്ലേ? അങ്ങനെ ഇരിക്കുന്ന അപ്പോഴും മോഹൻലാൽ അന്നേരവും പറഞ്ഞിട്ടില്ല ഞാൻ സംഘപ്രവർത്തകനാണ്, അനുഭാവിയാന്ന് പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് അനുഭാവിയാന്ന് പറഞ്ഞിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴും മോഹൻലാലിനും ഒരു നിഷ്പക്ഷ മുഖമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓണററി ആയിട്ട് കൊടുത്ത ഒരു ലെഫ്റ്റനന്റ് കേണൽ പദവിയുണ്ട്, അത് ഒരു പാർട്ടിക്കാരന് കൊടുക്കുന്നതല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനുമുള്ള മുഖം നിഷ്പക്ഷമതിയുടെ മുഖമാണ്.
ആ മുഖത്തിനെയാണ് ഇവിടെ നിഷ്പക്ഷപതി എന്ന വ്യാജേന ഒരു പ്രത്യേക സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ, സംഘടനയെ, അതും ഇന്ത്യ അല്ല ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ കലാപത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചിരിക്കുന്നത്. അവിടെയാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ആരംഭിക്കുന്നത്. മനസ്സിലായി? വ്യക്തിപരമായ അയാളുടെ അവകാശങ്ങളെ അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് അതിനൊരു രാഷ്ട്രീയ മുഖം ആരംഭിക്കുന്ന അവിടെയാണ്. മനസ്സിലായോ? ആ രാഷ്ട്രീയ മുഖം ആരംഭിക്കുന്നതോടെയാണ് രാഷ്ട്രീയ ചർച്ചകൾ തുടങ്ങുന്നത്. രാഷ്ട്രീയ ചർച്ചകൾ തുടങ്ങുന്നത് എങ്ങനെ? സംഘപരിവാർ അവരുടെ മുഖപത്രത്തിൽ എഴുതി ഇവരുടെ ചർച്ചകൾ തുടങ്ങി. പക്ഷേങ്കിൽ ഒരു സംഘപരിവാർ സംഘടനകളോ BJPയോ ആരും തന്നെ ഔദ്യോഗികമായി ഈ സിനിമയെ ബഹിഷ്കരിക്കണമെന്നോ ഈ തിയേറ്ററുകൾ ആക്രമിക്കണമെന്നോ അവരുടെ ഈ പറയുന്ന 4 പേരുടെ കോലം കത്തിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഔദ്യോഗികമായി അവർ പറഞ്ഞെന്താ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ജോർജ് കുര്യൻ പറഞ്ഞെന്താ? നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കുക എന്നല്ലേ പറഞ്ഞുള്ളൂ. ഈ പറയുന്ന വിമർശനങ്ങളിലേക്ക് വന്നത് ഒരിക്കലും BJPയുടെയോ സംഘപരിവാറിൻ്റെയോ നേതാക്കന്മാരല്ല. ശ്രദ്ധിച്ചിരുന്നു? വളരെ 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 പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നേതാക്കന്മാരല്ല. ഒരണികൾക്ക് പോലും ഈ നേതാക്കന്മാരോ അതിൻ്റെ ഔദ്യോഗികമായ ഉത്തരവാദിത്തത്തിലിരിക്കുന്നവരാരും തന്നെ യാതൊരു വിധത്തിലുള്ള ആഹ്വാനങ്ങളും നൽകിയിട്ടില്ല. നിങ്ങൾ ആ സിനിമയെ പ്രതിരോധിക്കണമെന്നോ ആ സിനിമയെ അവഗണിക്കണമെന്നോ ആ സിനിമയിലെ അംഗങ്ങളെ ബഹിഷ്കരിക്കണമെന്നോ സിനിമ തന്നെ ബഹിഷ്കരിക്കണമെന്നോ ഒരു തരത്തിലുള്ള ആഹ്വാനം ചെയ്തിട്ടില്ല. ആഹ്വാനം ചെയ്തതാര്? അതിനെതിരെ പുറത്തു വന്ന ആരാ? അതിനെതിരെ ശബ്ദിച്ചതെല്ലാം സ്വയബോധമുള്ള ഗുജറാത്ത് കലാപത്തിൻ്റെ ആരംഭം എങ്ങനെയായിരുന്നു എന്നും അതെങ്ങനെയാണതൊരു കലാപമായി മാറിയതെന്നുമുള്ള ബോധമുള്ള ഇവിടുത്തെ സാധാരണ മനുഷ്യരാണ്. ഗുജറാത്ത് കലാപം ഒരു ദിവസം ചുമ്മാ പൊട്ടി പുറപ്പെട്ടതല്ലല്ലോ. 60-ൽ പരം മനുഷ്യരെ ഒരു ബോഗിക്കകത്തിട്ട് ആസൂത്രിതമായി ചുട്ടുകൊന്നതിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടാണ് ഗുജറാത്ത് കലാപം. അത് ആർക്കും അറിയാത്തതല്ല. അതിൻ്റെ ഒരു വശത്തെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു വശം മാത്രം കാണിക്കുമ്പോൾ അതായിരിക്കാം ഇതിൻ്റെ എല്ലാമെന്ന് ഇന്നത്തെ തലമുറയും, കാരണം 92 സംഭവമല്ലേ, അതായിരിക്കാം ഇതിൻ്റെ ശരിയായ വശം എന്ന ഒരു സിനിമ പറയുമ്പോൾ അതങ്ങനെ അല്ലായിരുന്നു, ഞങ്ങൾ ഇത്ര കാര്യങ്ങളും അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കണം. ഇല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ സിനിമ മാത്രമേ ഉള്ളൂ. 20 വർഷം കഴിയുമ്പോൾ സിനിമയുണ്ട്, 30 വർഷം കഴിഞ്ഞാൽ സിനിമയുണ്ട്. അന്ന് ആരായിരിക്കും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്? അത് തന്നെയാണ് ഈ സിനിമയെ നിർമ്മിച്ചവരുടെ മനസ്സിലെ ഉദ്ദേശമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ അവർ ചെയ്തതെന്താണ്? വരുന്ന തലമുറയും കുറ്റപ്പെടുത്തണം ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനെ, BJPയെ, RSSനെ, നരേന്ദ്രമോദിയെ, അമിത്ഷായെ എല്ലാവരും കുറ്റപ്പെടുത്തണം. അവർ ഇതുപോലെയുള്ള കലാപത്തിൽ കൂടി അധികാരം പിടിച്ചവരാണെന്നുള്ള ഒരു ലേബൽ വരും തലമുറയിലേക്ക് നിർത്താൻ വേണ്ടിയാണ് അവർ സിനിമ പിടിച്ചത്. അതുകൊണ്ടാണ് അവിടെ കട്ട് വീഴണം എന്ന് ആ രംഗങ്ങൾ കട്ട് ചെയ്യപ്പെടണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അപ്പോഴും RSSോ BJPയോ അത് കട്ട് ചെയ്യണമെന്ന് ഔദ്യോഗികമായിട്ട് ആരോടും ആവശ്യപ്പെട്ടില്ല. പക്ഷേ പൊതുജനങ്ങളിൽ നിന്നുയരുന്ന വലിയ വിമർശനം അത് ഞങ്ങളുടെ കട്ട് ചെയ്യാതെ ഈ പറയുന്ന ഒരു രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ ക്രൂരമായ രീതിയിൽ അതിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കട്ട് ചെയ്തേ പറ്റൂ എന്ന് അവർക്കുണ്ടായ സ്വയംബോധത്തിലാണ് അവരത് കട്ട് ചെയ്തത്.
അവരുടെ സ്വയം ബോധത്തിലാണ് അവർ കട്ട് ചെയ്തത്. അല്ലാതെ ആരും പ്രഷർ ചെയ്തില്ല. ആരെങ്കിലും പ്രഷർ ചെയ്തു? BJP ഔദ്യോഗിക വക്താവോ അല്ലെങ്കിൽ പ്രസിഡന്റോ ആരെങ്കിലും പറഞ്ഞു? ഹിന്ദു സംഘടനകളുടെ ആരെങ്കിലും പറഞ്ഞു? RSSന്റെ ആരെങ്കിലും പറഞ്ഞു? RSSന്റെ മുഖപത്രം വ്യക്തമായി ഇതിനെ വിമർശിച്ചുകൊണ്ടെഴുതി. ഓർഗനൈസർ വളരെ വ്യക്തമായും നിശ്ചിതമായും ഇതിനെ വെച്ചുകൊണ്ട്, അതായത് ഓർഗനൈസർ പോലുള്ള, സത്യം പറഞ്ഞാൽ RSSന്റെ ദേശീയ നേതൃത്വത്തിനെ സംബന്ധിച്ചോളം മലയാളത്തിലിറങ്ങുന്ന ഇതുപോലെ ഒരു സിനിമ എന്താണെന്നല്ല അവരെ സംബന്ധിച്ചോളം അതൊരു വിഷയമല്ല ആണോ? ഇത്രയും വലിയ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയായ RSSന് ഇവിടെ ഒരു പൃഥ്വിരാജോ മുരളിയോ മോഹൻലാലോ പിടിക്കുന്ന ഒരു സിനിമയിൽ ഏറിയാൽ എത്ര വലിച്ചു കിട്ടിയാലും 200 കോടി രൂപ ക്ലബിൽ കയറുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു സിനിമ ഒരു വിഷയം. ആ സിനിമ എന്ത് പ്രചരിപ്പിക്കാൻ അവർക്കെതിരെ ഇതിനും വേണ്ടി? മലയാളത്തിലൊക്കെ അങ്ങനെ ചെയ്യാം. അതിനപ്പുറം ഇന്ത്യ മഹാരാജ്യത്തിൽ ഉൾപ്പെടെ ആകമാനം ചലനം സംഭവിക്കാനൊന്നും ആ സിനിമയ്ക്കൊന്നും പറ്റില്ല. അതിൻ്റെ പരിമിതി എല്ലാവർക്കും അറിയാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത് റെക്കോർഡിൽ കിടക്കണം. അടുത്ത ഒരു 30 കൊല്ലം കഴിഞ്ഞ് വരുന്ന തലമുറയ്ക്കും ഇതാണ് ഇവിടുത്തെ എന്ന് കാണിക്കാൻ വേണ്ടി റെക്കോർഡിൽ കിടക്കാം. എന്നതിനപ്പുറം എന്ത് ചലനം ഉണ്ടാക്കാൻ? പക്ഷെ അവിടെ RSSന്റെ മുഖപത്രം തുടർച്ചയായി 3 ലേഖനങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ കാര്യങ്ങളെ അല്പം സീരിയസ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഈ പൃഥ്വിരാജിൻ്റെയും മുരളി ഗോപിയുടെയും മോഹൻലാലിൻ്റെയും ആൻ്റണിയുടെയും ഒന്നും ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അവരൊരു കലയെ അങ്ങ് അവതരിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ നിഷ്കളങ്കതയൊന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് കേന്ദ്ര ഗവൺമെൻറ് നയിക്കുന്ന ഭരണ രാഷ്ട്രീയ സംവിധാനവും മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് നിഷ്കളങ്കമായൊരു കലയുടെ ആവിഷ്കാരം എന്നതിനപ്പുറം എന്തെങ്കിലും ചിന്താഗതികൾ അതിനകത്തുണ്ടെങ്കിൽ അതിന് ശക്തമായ നടപടി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇപ്പം അതേപോലെ തന്നെ ഇപ്പം ഈ സെൻസർ ബോർഡിൻ്റെ കാര്യം പറഞ്ഞു. സെൻസർ ബോർഡിനകത്തിൽ ആദ്യം തന്നെ ഇരിക്കുന്നത് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്. സെൻസർ ബോർഡിലെ അംഗങ്ങളടക്കം എല്ലാവരും BJP പ്രവർത്തകരാണ്. ആദ്യത്തെ സമയത്ത് സെൻസർ ബോർഡിന് ഈ സിനിമ കൈമാറിയപ്പോൾ എന്തുകൊണ്ട് അന്ന് കട്ട് ചെയ്യാതെ പിന്നീട് അത് കട്ട് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിരുന്നൊരു സമയമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറഞ്ഞാൽ വലിയ തമാശയാണ്. അതായത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ വലിയ പരാജയമാണെന്ന് ഞാൻ പറയേണ്ടി വരും. അതായത് BJPക്കും ഘടകകക്ഷികൾക്കുമായിട്ട് കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുമുണ്ട്, എല്ലാം. അത് രാഷ്ട്രീയ അപ്പോയിൻമെൻറ്റുകളാണ്. ഒരു രാഷ്ട്രീയ അപ്പോയിൻമെൻറ്റിൽ ഇടതുപക്ഷത്തിന് അവകാശപ്പെട്ട ഒരെണ്ണത്തിനകത്ത് ഒരു BJPക്ക് തന്നെ കാണിക്കാൻ പറ്റും. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അപ്പോയിൻമെൻറ്റിൽ അവർക്ക് പ്രാപ്തിയുള്ള ഒരു അപ്പോയിൻമെൻറ്റിൽ ഒരു BJPക്ക് തന്നെ കാണിക്കാൻ പറ്റും. പക്ഷേ BJPയുടെ രാഷ്ട്രീയ അപ്പോയിൻമെൻറ്റിൽ ഇഷ്ടം പോലെ CPMകാരനെ നമുക്ക് കാണിക്കാൻ പറ്റും, ഇഷ്ടം പോലെ കോൺഗ്രസ് തന്നെ കാണിക്കാൻ പറ്റും. അത് രാഷ്ട്രീയപരമായ അധപ്പതനമാണ്. അത് ഏറ്റവും വലിയ പിടിപ്പുകേടാണ്. അതായത് ഇവിടെ BJPക്കാരന് ആ സംഘപരിവാറിന് കേരളത്തിലെ പ്രവൃത്തി ആലോചിക്കണം. ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹിച്ച് വന്നവൻ BJPയിലോ സംഘപരിവാറിലോ ഇല്ല. ആ രാഷ്ട്രീയത്തോടുള്ള ആഗ്രഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ അതിൻ്റെ ഭാഗമായിട്ട് മാത്രം വന്നവരേ ഉള്ളൂ. ഒരു രാഷ്ട്രീയപരമായ ഒരു സ്ഥാനമാനമോ അല്ലെങ്കിൽ ഒരു സ്വാധീനത്തിൻ്റെ ബലമോ ആഗ്രഹിച്ചവർ BJPയിലോ സംഘപരിവാറിലോ ഇല്ല. ഉണ്ടെങ്കിൽ അവർ അങ്ങനെയുള്ളവൻ ഇല്ലാത്ത പാർട്ടിയാണ് BJPയും സംഘപരിവാരും. അങ്ങനെയുള്ളവൻ ഇതിനകത്ത് നിൽക്കാതെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിലോ പോയിട്ടുണ്ടാവും. കാരണം അവർക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്വാധീനം ഉണ്ടാവും, മറ്റേത് സർക്കാർ ഓഫീസിൽ പോയാലുള്ള സ്വാധീനം ഉണ്ടാവും, ഒരു വലിയ ഗ്രൂപ്പിൻ്റെ സ്വാധീനം ഉണ്ടാവും. ഒരുപാട് സ്വാധീനങ്ങളുള്ളവനാ BJPയിലും CPMലും കോൺഗ്രസിലും പോകുന്നവർ. ഇതൊന്നുമില്ല എന്ന് ഉറപ്പുള്ളവനാണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഈ BJPയിലും ഈ RSSലും പ്രവർത്തിച്ച് 3% താഴെ വോട്ട് ശതമാനം ഉണ്ടായത് ലാസ്റ്റ് പാർലമെൻറ്റ് ഇലക്ഷനിൽ 20% മുകളിൽ വോട്ട് ശതമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വന്നത്.
അതിലെ നേതാക്കന്മാർക്ക്, അതിൽ അർഹതപ്പെട്ടവർക്ക് BJP കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ അർഹമായ സ്ഥാനങ്ങൾ കൊടുക്കണ്ടേ? അപ്പോഴും ഈ BJP സംഘപരിവാറിനെയും നഖശികാന്തം എതിർക്കുന്നവർക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്ത് രാഷ്ട്രീയം എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഭാഗമാണ് ഈ സെൻസർ ബോർഡിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് ക്രൂഷ്യൽ സ്ഥാനങ്ങളിൽ തിരിച്ചടിക്കും. മനസ്സിലായില്ലേ? BJPയെ എവിടെ ഒറ്റണം, അല്ലെങ്കിൽ ഇപ്പോൾ BJP രാഷ്ട്രീയപരമായിട്ട് വലിയ ശക്തിയായിട്ട് നിൽക്കുകയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള വീക്ക്നെസ്സുകൾ സംഭവിക്കും. അന്നേരം ഈ അധികാര സ്ഥാനങ്ങൾ BJP വെച്ചിരിക്കുന്നത് CPM-കാരനും കോൺഗ്രസ്സുകാരനും അവിടെ ഇരുന്ന് കുത്തും. അന്നേരം പഠിക്കത്തുള്ളൂ, അന്നേരം പഠിക്കും. അന്നേരം ഈ പറയുന്ന യാതൊരു ലാഭേച്ഛയില്ലാതെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന ഇവിടുത്തെ ആൾ ഈ പറയുന്ന പ്രവർത്തകരെ കാണത്തുള്ളൂ. അന്നും എന്തിനാണ് ഇവർ ഈ പറയുന്ന CPM-കാരനെയും കോൺഗ്രസ്സുകാരനെയും ഈ അധികാര സ്ഥാനങ്ങൾ വെച്ച് താലത്തിൽ വെച്ച് കൊടുത്ത് ആദരിക്കുന്നത് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. ഇപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിന്റെ എക്കാലത്തെയും ബിഗ് ബജറ്റ് പടം എന്നാണ് എമ്പുരാന്റെ വാദം. വിവിധ രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്ത ഇത്ര വലിയ ഒരു ബോളിവുഡ് മേക്കിംഗ് ആണ് എമ്പുരാൻ. സിനിമ കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം വിഷ്വലി അടിപൊളിയായിട്ടുള്ളൊരു സാധനം, അത്രയേറെ ആൾക്കാരെ കണ്ണുകൊണ്ട് പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സിനിമയെ ഇത്തരത്തിൽ വിമർശിക്കേണ്ടതുണ്ടോ? അല്ല, ഒരു സിനിമ വിമർശിക്കപ്പെടുന്നത്, സിനിമയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കഥയും തിരക്കഥയാണ്, പിന്നെ അഭിനയിക്കുന്നവരുടെ പ്രകടനങ്ങൾ. ഇതിനെല്ലാം പുറമെയാണ് നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ. അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ നല്ല മേക്കിംഗ് ആണ് എമ്പുരാൻ, അതിന് തർക്കമില്ല. അവിടെ ഞാനൊരു ചോദ്യം ഉയർത്താം. എമ്പുരാൻ്റെ മേക്കിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് പലരും പലതാണ് പറയുന്നത്. അതായത് ശ്രീ ഗോപാലൻ പറയുന്നത് കേട്ട് 180 കോടിയാണ്. അതിന് മുന്നേ അവർ ഹൈപ്പുണ്ടാക്കി 200 കോടി വരുന്നത്. എങ്ങനെയായാലും 100-150 കോടി രൂപയ്ക്ക് മുകളിൽ അതിൻ്റെ മേക്കിംഗ് എക്സ്പെൻസ് ആയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മലയാള സിനിമയിൽ ഒരു വർഷം 150ഓളം സിനിമകൾ ഇറങ്ങുന്നതാണ് കണക്ക്. 150 സിനിമ. അതിനകത്ത് 25 സിനിമകൾ താഴെയാണ് സാമ്പത്തികമായി രക്ഷപ്പെട്ടു പോകുന്നു. എന്നുവെച്ചാൽ പ്രൊഡ്യൂസറുടെ കൈ കൊള്ളാതെ പോകുന്നത് പറയുന്നത്. മലയാള സിനിമയുടെ ഇത്രക്കാലത്തെ ചരിത്രം എടുത്താൽ എത്ര സിനിമ 100 കോടിക്ക് മുകളിൽ പോയിട്ടുണ്ട്? 100 കോടിക്ക് മുകളിൽ പോയിട്ടുണ്ട്. കാരണം മലയാളം അത്ര വലിയ ഇൻഡസ്ട്രി അല്ല സിനിമയുടെ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ 150 കോടി രൂപ മുടക്കി ഒരു സിനിമ എടുക്കണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കോൺഫിഡൻസ് എന്തുവാ? ഈ സിനിമ പൊട്ടിയാലും ഒന്നുമില്ല. പോട്ടെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ പറയുന്ന ലൂസിഫറിൻ്റെ ബാക്കിയായിട്ട് വന്നത് കാരണം അതിന് വലിയ വിജയം ഉണ്ടാകുമെന്നുള്ള സംശയമില്ലായിരുന്നു. പക്ഷേ ഒരു ചെറിയ ആ മുടക്കിയ പൈസയിൽ നിന്ന് ഒരു ചെറിയ മാർജിനൂടെ കടന്നു പോയാൽ പോരാല്ലോ. അതിനുവേണ്ടിയല്ലോ ആൾക്കാർ സിനിമ എടുക്കുന്നത്. ഇത്രയും വലിയ എഫേർട്ടോട് സിനിമ എടുക്കുമ്പോൾ വലിയ വിജയം ഉണ്ടാവണം, അല്ലെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാവണം, അല്ലേ? ഈ പറയുന്ന ഇത് എത്രത്തോളം അങ്ങ് വലിയ ഹിറ്റായാലും മലയാളത്തിൽ നിന്ന് അത്ര എടുക്കാനില്ലെന്ന് അവിടെയും ഒരു സംശയമുണ്ട്. കാരണം ഇവർക്ക് ഈ സിനിമയുടെ അവരുദ്ദേശിക്കുന്ന മെസ്സേജ് പാസ് ചെയ്യുന്നതിനാണ് അവരുടെ പ്രതിഫലം എന്ന് നമ്മൾ ധരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അവരെന്താണോ ആ സിനിമയിൽ കൂടി നാട്ടുകാർക്കിടയിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതിനാണ് അവരുടെ പ്രതിഫലം. തിയേറ്റർ കളക്ഷൻ ആണെന്ന് കാണാൻ പറ്റുന്നില്ല. പിന്നെ ബ്രഹ്മാണ്ഡ സിനിമയാണ് അത് എന്നൊക്കെ പറയുന്നു. ഓക്കെ, കൊള്ളാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ വാട്സപ്പ് വീഡിയോയിൽ കണ്ടു. പല ആൾക്കാരും ഇതുപോലെ വിമർശിക്കുന്നവർക്ക് ഇതുപോലെ സിനിമ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റാത്തവർ വിമർശിക്കരുത് എന്നൊക്കെ പറയുന്നു. ഞാനന്നേരം ആലോചിച്ചത്, പണ്ട് ജോർജ് ബെർണാർഷയുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേട്ടുണ്ടായിരിക്കും, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോമഡി ഉണ്ട്. അതായത് ബെർണാർഷ ഒരു നാടകം കാണാൻ പോകുന്നത്. ജോർജ് ബെർണാർഷ ഒരു നാടകം കാണും. അദ്ദേഹം വളരെ രസികനും കൂടെ ആണല്ലോ. അദ്ദേഹത്തിൻ്റെ എല്ലാ കേട്ടില്ല, അത് വളരെ രസകരമായ കാര്യങ്ങളെ ബെർണാർഷ ഒരു നാടകം കാണാൻ പോകുന്നത്. അപ്പോൾ ഈ നാടകം കണ്ടിട്ട് ആ നാടക നടി, ഇപ്പോൾ ബെർണാർഷ നാടകം കാണുന്നില്ല, നാടക നടി അഭിനയത്തിന് ശേഷം വന്നിട്ട്
അദ്ദേഹം ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ്. പുള്ളി പറഞ്ഞു ഭയങ്കര മോശമായിരുന്നു. ഈ നടിക്കൊക്കെ ദേഷ്യം. അപ്പം ഈ നടി ചോദിച്ചു നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇതുപോലെ ചെയ്യാൻ എന്ന് പറഞ്ഞ് പുള്ളിയോടെ ചൂടായി. പുള്ളി അതിന് വളരെ രസകരമായിട്ടൊരു മറുപടി വന്നു, നിങ്ങൾ എൻ്റെ കയ്യിൽ ഒരു കോഴിമുട്ട തന്നാലേ ഞാൻ ആ കോഴിമുട്ട കഴിച്ചു നോക്കിയിട്ട് അത് കൊള്ളാവോ ചീഞ്ഞതാണോ എന്ന് പറയാം. പക്ഷെ ഞാൻ ചീഞ്ഞതാണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു മുട്ട ഇട്ട് കാണിച്ചവരാന്ന് എന്നോട് പറയല്ലേ. മനസ്സിലായോ? എനിക്കതാണ് ഇവർ ഈ വിമർശിക്കുന്നവർ നിങ്ങൾക്ക് അതുപോലെണ്ണം ചെയ്യാമോ എന്ന് പറയുന്നവരുടെ എനിക്ക് ഓർമ്മ. കാരണം നമുക്ക് വിമർശിക്കാൻ നമ്മൾക്ക് കണ്ട ആസ്വാദനം മതി, അല്ലാതെ അതുപോലൊന്നും ചെയ്യാനുള്ള കഴിവ് വേണ്ട. അത് വർഷങ്ങൾക്ക് മുമ്പേ ജോർജ് ബെർണാഡ് ഷാ വളരെ രസകരമായിട്ട് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എനിക്ക് അവരോട് പറയാനുണ്ട്. ഇതുപോലെ ഈ ബ്രഹ്മാണ്ടോടെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ബെർണാഡ് ഷായുടെ അത് വായിക്കുക, അത്രേ പറയാറുള്ളൂ. പിന്നെ നമ്മൾ ഇനിയിപ്പം അടുത്തായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ലൈക്ക പ്രൊഡക്ഷൻസ് തന്നെയാണ്. ആദ്യം ലൈക്ക മൊബൈൽസ് ആണ് ഇവർ രാജ്യം മൊത്തത്തിൽ ലോഞ്ച് ചെയ്യുന്നത് ലണ്ടനിൽ. പിന്നെ 2011 ഇന്ത്യയിൽ ലൈക്ക പ്രൊഡക്ഷൻസ് ആയിട്ട് കൊണ്ടുവരുന്നു. കത്തി എന്ന് പറയുന്ന വിജയുടെ ഒരു സിനിമ ആണ് അവരുടെ ആദ്യത്തെ സിനിമയായിട്ട് ഇന്ത്യയിൽ വരുന്നത്. പിന്നീട് ഒരു നഷ്ടങ്ങളുടെ കണക്ക് ഇങ്ങനെ ലൈക്കയ്ക്ക് വരുന്നു. അത് മറികടക്കാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമായിരുന്നു ഒരുപക്ഷെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ. എന്തുകൊണ്ടായിരിക്കും ലൈക്ക പ്രൊഡക്ഷൻസ് പകുതി വെച്ച് ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാവും? ഞാൻ ഈ ലൈക്ക പ്രൊഡക്ഷൻസ് ഇത് ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ഇല്ല. എന്നാലും ഞാൻ പറയാം, ലൈക്ക പ്രൊഡക്ഷൻസ് ഉപേക്ഷിച്ചത് അവരൊരു പക്ഷേ ഇതിൻ്റെ ഇതിവൃത്തം മനസ്സിലാക്കിയിട്ടായിരിക്കും. കാരണം ലൈക്ക എന്ന കമ്പനി അത്ര ഒരു വെടിപ്പുള്ള ഒരു കമ്പനിയോ അല്ലെങ്കിൽ അത്ര ട്രാൻസ്പെറൻ്റായിട്ട് ഓപ്പറേഷൻ നടത്തുന്ന ഒരു കമ്പനിയാണെന്നോ നമുക്കൊന്നും ഒരു ധാരണയില്ല. അവർക്ക് ഈ പറയുന്ന സിനിമ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വിതരണം എന്ന് പറയുന്നത് അവർക്കൊരു ഒരു മറയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അവർക്ക് അതിന് പുറകിൽ ഒരുപാട് മറ്റ് ബിസിനസ്സുകളുണ്ടെന്നാണ്. അതായത് അത്ര വെടിപ്പല്ലാത്ത ബിസിനസ്സുകളുള്ള ഒരു കൂട്ടരാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് മനസ്സിലാക്കുന്നത്. അവർ ഈ നിവൃത്തം മനസ്സിലാക്കിയപ്പോൾ ഈ സിനിമയിൽ നിന്ന് എന്ത് ലാഭം കിട്ടാൻ? ഇത്രയ്ക്കെത്ര ലാഭം കിട്ടും, പക്ഷേ ഉണ്ടാക്കുന്ന ഇഞ്ചുറി വളരെ വലുതായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിനെ നയിക്കുന്ന സംഘടനയെ എല്ലാം വെറുപ്പിക്കണം. അവരാ വെറുപ്പിക്കൽ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ അതിൽ നിന്ന് പിൻവാങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരും നല്ല കുഞ്ഞുങ്ങളാണെന്നല്ല ഞാൻ പറഞ്ഞത്, അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കണ്ട എന്ന് കരുതി അവർ പിൻവാങ്ങിയതാണെന്നാണ് എനിക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ലൈക്ക വെറും ഒരു വിതരണ കമ്പനി മാത്രമല്ല. വിതരണ കമ്പനി എന്ന് പറയുന്നത് സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അത്രേ ഉള്ളൂ, വളരെ ഇങ്ങേയറ്റത്തെ ഒരു കാര്യമാണ്. അവർക്ക് കാര്യങ്ങളും ചിന്തകളും ഒക്കെ വേറെ. അതുകൊണ്ട് ലൈക്ക മാറിയതിനകത്ത് കൂടുതൽ നമ്മൾ കിഴിയേണ്ട കാര്യമില്ല. അതൊക്കെ കിഴിയേണ്ടത് കേന്ദ്ര ഏജൻസികളാണ്. ലൈക്ക എന്താണെന്നും ലൈക്കയുടെ ഓപ്പറേഷൻ എന്താണെന്നും ലൈക്കയുടെ ബിസിനസ് എന്താണെന്നും ലൈക്ക എന്തുകൊണ്ട് ഇത് പിന്മാറിയെന്നൊക്കെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുമെന്ന് നമുക്ക് കരുതാം. അന്വേഷിച്ചാൽ കൊള്ളാം. ഇനി ലൂസിഫറിന്റെ ഒരു 3-ാം ഭാഗം ഉണ്ടായിക്കഴിഞ്ഞാൽ പോയി കാണുമോ? തീർച്ചയായിട്ടും കാണും. എന്താ ഞാൻ മാത്രമോ? ഈ പറയുന്ന വിമർശനം ഉന്നയിക്കുന്നവരെല്ലാം കാണും. കാരണം ഈ ലൂസിഫറിന്റെ 3-ാം ഭാഗത്തിൽ ഈ 2-ാം ഭാഗത്തിലുണ്ടായ ആ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും രീതി പാച്ചപ്പ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ പോകണം. അതല്ല അതിനെ വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യണോ എസ്കലേറ്റ് ചെയ്യുവാണോ എന്നുള്ളത് അറിയാൻ പോകണം. ഇതെന്തും അറിയണമെങ്കിൽ കണ്ടാലേ വരുന്നുള്ളൂ. ഇത് കണ്ടാലേ പറ്റത്തുള്ളൂ. അത് കാണണം. എന്തും കണ്ടറിയാന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലല്ലോ. അതിനുവേണ്ടി ഒരു 110 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് അവർ കൊണ്ടുപോയാലും കുഴപ്പമില്ല. കണ്ട് തന്നെ അറിയാൻ വേണ്ടി ആൾക്കാർ പോകും, നമ്മൾ കാണും. അതുകൊണ്ട് വിജയമല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടെ പറയുന്ന ഈ എമ്പുരാൻ സിനിമ ഒരു വിജയമായതല്ലോ നമ്മുടെ പ്രശ്നം. വിജയമായതല്ല, ആ വിജയത്തിലേക്ക് ആ വിജയത്തിന് വേണ്ടി മാത്രം ഒരു കലാപത്തെ രാജ്യത്തിന് വിരുദ്ധമായിട്ട് കാണിച്ചൊന്നും അല്ല. അതിന് വളരെ പെയ്ഡായിരുന്നു.
അതിന് ഗൂഢലക്ഷ്യങ്ങളുണ്ടോ? അതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. മനസ്സിലായി? അതോ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യണം, ഗവൺമെൻറ് ക്ലാരിഫൈ ചെയ്യണം. അതിന് ഇവിടെ പിണറായി വിജയൻ പോയി സിനിമ കണ്ട് ഐക്യരാഷ്ട്ര പ്രഖ്യാപിച്ചുകൊണ്ടോ സെക്രട്ടറി പോയി സിനിമ കണ്ട് ഐക്യരാഷ്ട്ര പ്രഖ്യാപിച്ചോ കാര്യമില്ല. അതൊന്നും അല്ല അതിൻ്റെ അവസാന സൊല്യൂഷൻ. അപ്പം അവർ അന്വേഷണം നടത്തി, കേന്ദ്ര ഏജൻസികളാണ്, കേരള പോലീസിനെ കൊണ്ടൊന്നും പറ്റത്തില്ല, കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി അതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അതൊരു ആവിഷ്കാരം മാത്രമായിരുന്നു, ഒരു കലാപരമായ ആവിഷ്കാരം മാത്രമായിരുന്നു, അതല്ല അതിന് മറ്റ് ഫണ്ടിങ്ങുകൾ വല്ലതും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യം. പൃഥ്വിരാജ് തന്നെ ഏതാ നമ്മുടെ ലൂസിഫറിനകത്തും ഈ എമ്പുരാനിലും പറയുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫണ്ടിങ്. മനസ്സിലല്ലേ? ആ ഫണ്ടിങ് ഇവിടെ യാഥാർത്ഥ്യമായി സംഭവിച്ചോ എന്നാണ് നമുക്കറിയേണ്ടത്. അത് എവിടുന്ന് എന്തിന് എന്ന് അറിഞ്ഞാൽ കാര്യങ്ങളുടെ ഈ പറയുന്ന ഈ ഗതിക്ക് ഒരു ശമനം ഉണ്ടാവും. പിന്നെ രാഷ്ട്രീയപരമായിട്ട് ആ സിനിമ ഉയർത്തിയ അല്ലെങ്കിൽ ഒരു വിഷയമുണ്ട്, അതിനെ പ്രതിരോധിക്കാൻ ആ രാഷ്ട്രീയപരമായിട്ട് അത് ആർക്കാണ് ഇഞ്ചുറി ഉണ്ടാകുന്നത് വെച്ചാൽ അവർക്ക് ബാധ്യതയുണ്ട്, അവരെ ചെയ്യും. അവരെ ചെയ്യില്ല, പിന്നെ അവർ നിഷ്ക്രിയമായ സംഘടനയാണല്ലേ വരുന്നത്. നിഷ്ക്രിയ സംഘടന അല്ലല്ലോ, അതവർ ചെയ്യും, അവർ ചെയ്യണം. അത്രേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഇവരങ്ങോട്ട് ഒരസ്ത്രം തൊടുത്ത് വിട്ടാൽ അവരത് തടുക്കുകയും ചെയ്യും. അവരിങ്ങോട്ട് ചിലപ്പോൾ അസ്ത്രം അയച്ചെന്നും വരും. അത് കൊള്ളാനുള്ള തയ്യാറായിക്കണം, എന്നിട്ട് വേണം അങ്ങോട്ട് അസ്ത്രം അയക്കാൻ. അതായത് അല്ലെങ്കിൽ ഇത് മറ്റേ തീവണ്ടി കത്തിച്ച പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഗസയിൽ 1200 ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരുന്ന അസ്ത്രം അത് നേരിടാനുള്ള കരുത്തോടെ ഉണ്ടായിട്ട് വേണം അങ്ങോട്ട് ഇത് ചെയ്യാൻ. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ തീർച്ചയായും നല്ലത് തന്നെയാണ്. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറവിലേക്ക് ചിലതിനെ മറച്ച് ചിലത് മാത്രം പൊങ്ങി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കല്ലും ബദലുമൊക്കെ തിരിച്ചറിയാൻ നമ്മുടെ മലയാളി പ്രേക്ഷകർക്കും സാധിക്കട്ടെ. അതോടൊപ്പം ഈ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും സാധിക്കട്ടെ. തീർച്ചയായും നമുക്ക് ലൂസിഫറിൻ്റെ ഒരു 3-ാം ഭാഗത്തിനായി തന്നെ കാത്തിരിക്കാം. അതിനൊന്നും ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ചേർന്ന അഡ്വക്കേറ്റ് രാജേഷ് പുള്ളിനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.